അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവ് നീ ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെന്റ്സുകളും കർത്താവ് ആശീർവദിക്കട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ അനുഗത്തോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ നിന്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, അവർ തരുമോ ഇല്ലയോ എന്നുള്ള വിഷമങ്ങൾ, ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ,
പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ, വിവാഹ സംഭവത്തിന് വേണ്ടി പോണവർ, ജീവിത പങ്കാളെ കാണാൻ വേണ്ടി പോകുന്നവർ, എൻ്റെ കാഴ്ചകൾ, സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു. പണത്തിന് വേണ്ടി പോകുന്നവർ, പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, വീട് വെക്കാൻ പോകുന്നവർ, വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ, എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവവൈതലെ നീ പോകുന്നുവോ. എൻ്റെ 40 വർഷത്തെ കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടെ. നമ്മൾ ദൈവത്തിൻ്റെ പരിപാലന, പരിരക്ഷ, ദൈവത്തിൻ്റെ വാഗ്ദാനം, ഉടമ്പടി, ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇങ്ങനെ ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ വലിയ ഓഫറിലൂടെ ദൈവം നമ്മളെ ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആത്മശക്തി ധരിക്കണത്. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, അതിനകത്ത് ഭയങ്കര ഒരു വചനമുണ്ട്. എന്താണെന്നറിയാം? എസെക്കിയേൽ 16:6 വായിച്ച്, ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ടു നിന്നോട് ഞാൻ പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. എനിക്ക് എൻ്റെ ജീവിതത്തില് എന്നെ വല്ലാതെ അങ്ങ് സഹായിച്ചൊരു വചനമാണിത്. എന്താണ്? ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ ഭക്ഷണം തരാനോ സ്നേഹിക്കാനോ പരിലാളിക്കാനോ കൊണ്ടു നടക്കാനോ ആരും ഉണ്ടാകത്തില്ല. പിന്നെന്താ? നമുക്ക് ജീവിക്കണം. ആരെയും പ്രതീക്ഷിക്കണില്ല നമ്മൾ, ഇന്ന ആൾ ഇന്ന സമയത്ത്. അപ്പം ഇങ്ങനെ ആരെങ്കിലും വന്ന് വെള്ളം തരും, ആരെങ്കിലും വന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരും, ആരെങ്കിലും വന്ന് നമ്മളെ നിലനിർത്തും. അങ്ങനെ നീ കരുതണ്ടെന്നാണ് ദൈവത്തിൻ്റെ നിലപാട്. അതാണ് ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരാൻ. എല്ലാ ചെടി എന്താണ്? വയലിലെ ചെടിയല്ലേ പിന്നെന്താ ഉള്ളത്? എല്ലാ പരിചരണം കിട്ടണ എവിടെ? നേഴ്സറി പ്ലാന്റിനാ. ദൈവം ഒരു നേഴ്സറി പ്ലാന്റിനെ ആഗ്രഹിക്കണില്ല. ജീവിക്കുകയാണെങ്കിൽ വയലിലെ ചെടി പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ സ്വയം പ്രതിരോധം. മറ്റുള്ളവർ പ്രാണികളായാലും വയലിലെ ചെടിക്കുള്ള പുസ്തകം എന്താണ്? പശുവുണ്ട്, ആടുണ്ട്, പ്രാണിയുണ്ട്, പുഴുവുണ്ട്. ഇങ്ങനെ എല്ലാത്തിനെയും വയലിലെ ചെടി പോലെ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ മനുഷ്യന്മാരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ വയലിലെ ചെടി, പശുവായാലും ആടായാലും നിന്നെ ആക്രമിക്കാനും തിന്നു തീർക്കാനും വരുന്ന പുഴുക്കളായാലും ദൈവം കൈകാര്യം ചെയ്യുന്ന. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനാണ് നമുക്ക് എസെക്കിയേൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് നിമ്മി. ഞാൻ വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ചേച്ചി നിഷ. ഞാൻ കൃപാസനത്തിൽ 2023 മാർച്ച് 11 വന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. രാത്രി ആകുമ്പോൾ വല്ലാത്തൊരു പേടിയായിരുന്നു, ഉറങ്ങാനേ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് എൻ്റെ ആൻറ്റിയാണ് എന്നോട് വന്ന് പറഞ്ഞത്, ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്നും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിൻ്റെ അവസ്ഥ മാറുമെന്നും എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ അവസ്ഥ എന്നിൽ നിന്ന് വിട്ടുമാറി. ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, ഇത് ശരിയാവുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, ഇത് എല്ലാവർക്കും ഡെലിവറി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്, ഇത് സാക്ഷ്യം പറയേണ്ട കാര്യമൊന്നുമില്ലയെന്ന്. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് ഇതേ ഒരവസ്ഥ തന്നെ വന്നു. രാത്രിയാകുമ്പോൾ വല്ലാത്തൊരു പേടി, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ജപമാല റാലിക്ക് വന്ന് പങ്കെടുത്തുകൊള്ളാം, ഇവിടെ അൾത്താരയിൽ വന്ന് അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. രാത്രിയിൽ കിടക്കുമ്പോൾ ബെഡിൽ ഉപ്പ് കൊണ്ട് കുരിശ് വരച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ആ അവസ്ഥ എന്നിൽ നിന്ന് പൂർണ്ണമായി മാറി.
രണ്ടാമത്തെ ഒരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ സഹകരണ വകുപ്പിലാണ് ജോലി ചെയ്തു വരുന്നത്. എനിക്ക് വയനാട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് ജോലി സ്ഥലമാറ്റം ലഭിച്ചു. ആ സമയത്ത് എനിക്ക് മക്കളെയും വീട്ടിലാക്കി പോകാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചു. ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ് ചെയ്തു. അങ്ങനെ ഞാൻ മലപ്പുറത്തേക്ക് പോയി. അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് കൊടുത്തു. 3 വർഷം കഴിയാണ്ട് ജോലി സ്ഥലമാറ്റം തിരികെ ലഭിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. ഞാൻ റിക്വസ്റ്റ് കൊടുത്ത ആ ഫോം രാവിലെ ഡെയിലി ബ്രെഡിൽ വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ കൃത്യം 1 വർഷമായപ്പം എന്നെ തിരികെ വയനാട്ടിലേക്ക് തന്നെ സ്ഥലമാറ്റം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. എൻ്റെ കൂടെ റിക്വസ്റ്റ് കൊടുത്ത ആൾക്കൊന്നും സ്ഥലമാറ്റം ലഭിച്ചില്ല. എനിക്ക് മാത്രമാണ് പരിശുദ്ധ അമ്മ സ്ഥലമാറ്റം നൽകി അനുഗ്രഹിച്ചത്. മൂന്നാമത്തെ ഒരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ചേച്ചിയുടെ ഒരു രോഗസൗഖ്യമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുത്തെങ്കിലും ചേച്ചി ഉടമ്പടിയുടെ നിബന്ധനകൾ പൂർണ്ണമായി പാലിച്ചിരുന്നില്ല. ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ എൻ്റെ ചേച്ചിയെ ഒരു പൂർണ്ണ വിശ്വാസിയാക്കി മാറ്റണമെന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഒരു ട്രെയിനിങ് സംബന്ധമായി ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒരു ദിവസം രാവിലെ അമ്മ എന്നെ വിളിക്കുകയാണ്. ചേച്ചി തലകറങ്ങി ബാത്റൂമിൽ വീണു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന്. ആ ടൈമിൽ ഞാൻ വിചാരിച്ചു സാധാരണ ഒരു തലകറക്കമായിരിക്കും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു ഫുഡ് ഇൻഫെക്ഷനാണ്, കാര്യങ്ങൾ കുറച്ച് ക്രിട്ടിക്കലാണ്, ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ഡാമേജാണ്, ചേച്ചിയെ കൽപ്പറ്റയിൽ നിന്നും കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയാണ്. ഞാനപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, ഞാനും ചേച്ചിയും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ ചേച്ചിയെ തിരികെ ലഭിക്കണമെന്ന്. ഞാൻ ആ ട്രെയിനിങ് പൂർത്തിയാകാതെ പിറ്റേ ദിവസം രാവിലെ ഞാൻ കോഴിക്കോടേക്ക് പോയി. ഞാൻ പോകുമ്പോൾ ഉടമ്പടി തൈലവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് ചെന്നപ്പോൾ ചേച്ചി വെൻറ്റിലേറ്ററിലാണ്. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഉടമ്പടി തൈലം കൊടുത്തു. ചേച്ചിയെ അമ്മ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി റിക്കവർ ആവാൻ തുടങ്ങി. 6 ദിവസം ഇന്ന് വെൻറ്റിലേറ്ററിൽ കിടന്ന ചേച്ചിയെ പിന്നെ റൂമിലേക്ക് മാറ്റി ദൈവം പൂർണ്ണമായൊരു സൗഖ്യം നൽകി. ഈ രോഗസൗഖ്യത്തെക്കുറിച്ച് ചേച്ചി പറയും. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും യേശുക്രിസ്തുവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നു പറഞ്ഞതാണല്ലോ. 2022 വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത്യാവശ്യം വിശ്വാസവും ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. 2022 എനിക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ബയോപ്സിക്ക് അയച്ചു. റിപ്പോർട്ട് പോസിറ്റീവായിരുന്നു. പോസിറ്റീവാണെന്ന് കേട്ടതേ ഞാൻ ആകെ തകർന്നു. കാരണം ഒരു തെറ്റും ചെയ്യാത്ത എനിക്കെന്തിനും ഇങ്ങനെ ദൈവം ഇങ്ങനെ ഒരു ശിക്ഷ എന്ന്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം, എനിക്കിനി ദൈവമൊന്നും വേണ്ട, ഞാൻ ചികിത്സയ്ക്ക് പോയിക്കോളാം എന്നുള്ളൊരു രീതിയിൽ ഞാനും അങ്ങനെ പോയി. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോയതോടുകൂടെ ഞാൻ ആകെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഫുള്ള് ശരീരം മുഴുവൻ നീര് കയറി, ഒരു കണ്ണിനൊക്കെ ഒരു വര മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ ദിവസം ചെല്ലും തോറും ശരീരമൊക്കെ അങ്ങനെ വീർത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ഒരു അവസ്ഥയിൽ ഞാൻ ബുദ്ധിമുട്ടുക. അപ്പം ബുദ്ധിമുട്ടുമ്പോൾ 2023 എൻ്റെ അമ്മേനോട് പറഞ്ഞു, ഇങ്ങനെ ആലപ്പുഴ ഒരു കൃപാസനം ഉണ്ട്, നീ ഒന്ന് വന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ഇതേക്കുറിച്ച്. ഞാൻ വന്നു, അമ്മയുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉടമ്പടി എടുക്കാൻ പോകുന്നുണ്ട്. ഞാനും പോയി ഉടമ്പടി എടുത്തു. 90 ദിവസം ഇങ്ങനെ കറക്റ്റ് ദിവസം എണ്ണി ഞാൻ പ്രാർത്ഥിച്ചു. 90 ദിവസത്തോടെ സകല കാര്യവും ബ്രേക്ക് ചെയ്തു. അതിൻ്റെ ഇടയിലൊന്ന് പത്രം കൊടുത്തു എന്നല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിട്ടു. 2025 ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അസുഖം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി. എനിക്ക് ജോലിക്ക് പോകുമ്പോഴും ഒന്നിനും പറ്റുന്നില്ല, ഒരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, ഇന്നിട്ട ഡ്രസ്സ് നാളെ ഇടാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ബുദ്ധിമുട്ടി കേട്ടപ്പോൾ എന്നോട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, നീ കൃപാസനത്തിൽ പോവാം, ഒന്ന് സാക്ഷ്യം പറയാമെന്നൊന്ന് നേർച്ച നേര് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം ഒരു നേർച്ച നേർന്നു. ആ നേർച്ച നേർന്നതോടെ അവിടെ വിടുകയും ചെയ്തു. രക്ഷപ്പെട്ടാൽ പറഞ്ഞാൽ മതിയല്ലോ, എന്തിനാ വെറുതെ പറയുന്നതെന്നുള്ളൊരു ചിന്തയായിരുന്നു. ഫെബ്രുവരി 2024 11-ാം തീയതി ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് മാതാവിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, മാതാവേ, ഇന്ന് 6 മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ ആ 6 മണിക്കകത്ത് എൻ്റെ വയറിൻ്റെ അസ്വസ്ഥതകൾ മുഴുവൻ മാറ്റിത്തരണം. കാരണം ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എന്തിനാ ജീവിക്കുന്നത്, അത്രമേ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് 6 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ ആ സമയത്തിനകത്ത് എനിക്ക് സുഖമാക്കി തരണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരാണ്. വൈകുന്നേരം ബാങ്കിലെ വർക്ക് ചെയ്യുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാഷ് ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ
സ്വിച്ച് ഇട്ടതുപോലെ എനിക്കൊരു പനിയും ഒരു മേലുവേദനയും വിറയലും അങ്ങ് വന്നു. ഒരു രക്ഷയില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ ഒന്നിനും വയ്യ. സമയം നോക്കുമ്പം കറക്റ്റ് 6 മണിയാണ്. അങ്ങനെ പുള്ളി അപ്പോൾ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തൽക്കാലത്തേക്കുള്ള മരുന്നും തന്ന് ഞാൻ വീട്ടിൽ പോയി. ഒരു 9 മണിയായപ്പോഴത്തേക്കും വയറ്റുനോക്ക് ഛർദിയും തുടങ്ങി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇന്ന് എൻ്റെ കൂടെ ഏതായാലും കിടക്കണ്ട, ഞാനിന്ന് തന്നെ കിടന്നോളാം, എന്തായാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഞാനിങ്ങനെ തനിയെ കിടന്നോളാം, നിങ്ങൾ പോയിക്കോ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അപ്പുറത്ത് പോയി കിടന്നു. അങ്ങനെ വയറ്റുനോക്ക് ഛർദിയും കൂടി 5 മണിയായപ്പോഴത്തേക്കും ഞാൻ ബോധം കെട്ട് വീണു. അവർ അപ്പോഴേ ഒച്ച കേട്ട് വന്നു. വേഗം കൽപ്പറ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ICUലായിരുന്നു. BP ഡൗൺ ആവുകയാണ്, ഒരു വിധത്തിലും അപ്പാവുന്നില്ല. കാലിൻ്റെ തൊട ഞരമ്പ് മുറിച്ച് 4 സ്ട്രിപ്പ് ഇട്ടിട്ടും BP അപ്പാവുന്നില്ല. അതായത് ഒരു മരിച്ച കണ്ടീഷൻ. അവിടുന്ന് പറഞ്ഞു ഒരു രക്ഷയില്ല, വേഗം മിംസിൽ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ. അങ്ങനെ നേരെ മിംസിലേക്കാണ് കൊണ്ടുപോയി. മിംസിൽ പോയപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു ഒരു രക്ഷയില്ല, 15% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കില്ല. അതായത് ആൾ മരിച്ചു, ഇതിനകത്ത് ഒരു മെഡിസിൻ ഒന്നും കയറ്റാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒന്നുമില്ല, വർക്കിംഗ് ഇല്ല. അറ്റാക്ക് 2 എണ്ണം വന്നു, ഒരു രക്ഷയില്ല. അറ്റാക്ക് ആൻജിയോ ചെയ്യണമെങ്കിൽ മെഡിസിൻ കയറില്ല, അതേപോലെ CT സ്കാൻ ചെയ്യണമെങ്കിൽ അതിന് മെഡിസിൻ ചെയ്യാൻ പറ്റില്ല. ഒരു മരിച്ച ഒരാളുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണ് മരുന്ന് കയറ്റുന്നത് എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു വരുന്നത് പോലെ വന്നോട്ടെ, എനിക്ക് എന്തായാലും എനിക്ക് അവളെ തിരിച്ചു തരണമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഈ സമയത്ത് ഞാൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു ചെറിയൊരു ബോധത്തോടുകൂടെ എന്നെ ഇങ്ങനെ കുറച്ച് മാലാഖമാരിങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരിങ്ങനെ വർത്താനം പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വിചാരണ എന്ന് പറയാം, വിചാരണയ്ക്ക് എന്നെ നിർത്തിയിരിക്കുകയാണ്. ഒരാൾ പുറംതിരിഞ്ഞ് ഒരു ബുക്കും പിടിച്ചുകൊണ്ട് ഒരാൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരു വശത്ത് ഇടതുവശത്ത് നിന്ന് എൻ്റെ ദോഷം, ഞാൻ ചെയ്ത കുറ്റങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് 2.5 മാസമായി കുമ്പസാരിച്ചിട്ട് നേർച്ചക്കടങ്ങൾ കുറേ വീട്ടാനുണ്ട്. ഈ 2 കുറ്റമാണ് മെയിനായിട്ട് എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ വിചാരിച്ചു എന്താ കാര്യം, എന്തായാലും ഞാൻ മരിച്ചു, തീരുമാനമായി. ഇപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് ഇല്ല അവൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. 2 സൈഡിൽ നിന്ന് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഇല്ല സമയമായിട്ടില്ല, അവൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ആ ശബ്ദം വന്നതേ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഞാൻ ശ്വാസം വിട്ടു. അതുവരെ ഞാൻ ശ്വാസം ഇല്ലാണ്ട് ഇങ്ങനെ എയറിൽ നിൽക്കുക. ഞാൻ ശ്വാസം വിട്ടു. പിന്നെ ഇത് കഴിഞ്ഞതോടുകൂടെ മെഡിസിൻ എല്ലാം പെട്ടെന്ന് കയറാൻ തുടങ്ങി. CT സ്കാൻ ചെയ്തപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലായി. കൊളൈറ്റിസ് ആയി. ഡോക്ടർമാർക്ക് പോലും അത്ഭുതകരമായ രീതിയിലാണ് എൻ്റെ ഒരു റിക്കവറി അവിടെ നടന്നത്. ഇങ്ങനെയൊരു പ്രശ്നമുള്ള ആളാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്, അങ്ങനെ അവിടെ വന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ തിരിച്ചു വന്നിരുന്നത്. കാരുണ്യപ്രവർത്തികൾ അന്നും ആര് മുന്നിൽ വന്നിരുന്നാലും വെറും കൈയോടെ ആരെയും പറഞ്ഞു വിടാറുണ്ടായിരുന്നില്ല. അത് വലിയൊരു അനുഗ്രഹം. എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് അവിടെ നിന്ന് ദൈവം പറഞ്ഞതും അത് തന്നെയാണ്. ഇന്നിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പഴയത് ഞാൻ എന്തായിരുന്നോ അതിൻ്റെ നേരെ വിപരീതമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അന്ന് ഒരു ബൈബിളിൻ്റെ അടുത്തുനിന്ന് ഒരു വരി പോലും വായിക്കുകയോ ഒരു കുടുംബ പ്രാർത്ഥനയോ പോലും ഇല്ലാതിരുന്ന ഞാനിന്ന് ബൈബിൾ വായിക്കുകയും ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കുകയോ എൻ്റെ കുടുംബത്തിലും എല്ലാവരും ആ രീതിയിലേക്ക് ആത്മീയമായി ഒരുപാട് വളർന്നിട്ടുണ്ട്. മാതാവിന് ഒരുപാട് നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് കൃപാസനം പത്രം ഗവൺമെൻറ് ആശുപത്രിയിൽ കൊടുക്കും, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ കൊടുക്കും. അനുയോജ്യമായ കൈകളിലേക്ക് ഈ പത്രം എത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കാണും. എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത് ഞാൻ അവർക്ക് കൊടുക്കും. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആത്മീയമായി ഒരുപാട് വളർന്നു. ഓരോ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും എന്നെ രാത്രിയിൽ അമ്മ സ്വപ്നത്തിൽ കാണിച്ചു തരും. പ്രധാനപ്പെട്ട എന്ത് കാര്യം നടക്കുമ്പോഴും എന്നെ കാണിച്ചു തരും. കുടുംബ പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല. ദിവ്യബലിയിൽ ഞാൻ പോകും. ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ്. അതുകൊണ്ട് ഞാൻ അധികം മുടക്കാതെ ഞാൻ ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും. പരിശുദ്ധ അമ്മ പ്രതീക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും കോടാനക്കോടി നന്ദി. എൻ്റെ പേര് അലീന ജോജി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ, ഇത് ചേച്ചി, ചേട്ടൻ, കൊച്ച്. ഞാൻ ഉടമ്പടി എടുക്കാണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയി 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ചെറിയ രീതിയിൽ ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് നല്ല രീതിയിൽ ബ്ലീഡിങ് കൂടുകയും ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന്.
അങ്ങനെ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് കിടക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഒത്തിരി താഴെയാണ്, അതുകൊണ്ട് ഈ കുഞ്ഞ് 90% അബോഷനായി പോകുമെന്ന്. അങ്ങനെ കേട്ടപ്പോൾ വളരെയേറെ സങ്കടമായി. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, ഈ കുഞ്ഞിനെ ഈ അൾത്താരയിൽ കിടത്തുവാൻ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം തരണേ എന്ന്. അങ്ങനെ ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാം ഉടമ്പടി തൈലം പുറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിംഗ് ഒന്നുമില്ല, കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 5-ാം മാസത്തെ സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ മാസങ്ങളെല്ലാം കടന്നുപോയി. 35 വീക്സ് ആയപ്പോഴേക്കും ചേച്ചിക്ക് ഫ്ലൂയിഡ് പോവാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ യൂറിനറി ഇൻഫെക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം അഡ്മിറ്റാക്കുകയും അവർ ലേബർ റൂമിൽ കയറ്റുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പിറ്റേ ദിവസം 12 മണി വരെ നോക്കാമെന്ന്. പക്ഷേ 35 വീക്സ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തല കീഴ്പോട്ടാവുന്നുള്ളൂ. അതുകൊണ്ട് കുഞ്ഞ് ഇറങ്ങി വരാൻ ഒത്തിരി താമസമുണ്ട്, ആൾക്ക് നല്ല പെയിനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ചേച്ചി അഡ്മിറ്റ് ആക്കിയ സമയത്ത് ഞാൻ പേപ്പറിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു, പരിശുദ്ധ അമ്മയെ അമ്മയുടെ തൈലത്തിന് മുകളിൽ കത്തിവെക്കാൻ ഒരിക്കലും ഇടവരുത്തരുതേ എന്ന് ചേച്ചിക്ക് എന്നും ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടർ 12 മണിയാണ് ആദ്യം സമയം പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ വീണ്ടും അത് 4 മണി വരെ ആക്കി. അങ്ങനെ 4 മണി വരെ ആക്കിയപ്പോൾ യാതൊരു മാറ്റവും ഉണ്ടായില്ല, ആൾക്ക് പെയിനുണ്ട്. അപ്പോൾ ഡോക്ടർ ഒരു 4:30 ആയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ആൾ പറയുന്നത് ഓപ്പറേഷൻ വേണമെന്നാണ്, നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയെ കാണാൻ ഞങ്ങൾക്കൊരവസരം കൂടി കിട്ടി. ആ സമയത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച്, ഞാൻ ചേച്ചിയുടെ നെറ്റിയിൽ കുരിശ് വരച്ചു. എല്ലാ പ്രാവശ്യവും ഞാൻ 4 സൈഡിലായിട്ടാണ് തൈലം പുരട്ടിയിരുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മളൊരു കത്തി എങ്ങനെയാണോ വെച്ച് മുറിക്കുന്നത് അതുപോലെ ആയിരുന്നു. ഞാൻ ആ സമയത്ത് തൈലമെടുത്ത് 2 പ്രാവശ്യം ഞാൻ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ പുരട്ടി. ആ സമയത്ത് അസിസ്റ്റൻറ്റ് ഡോക്ടറും മെയിൻ ഡോക്ടറും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്. തൊട്ടടുത്തുള്ള ചാപ്പലിലിരുന്ന്, ലേബർ റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു ചാപ്പലാണ്. അപ്പോൾ ആ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു 5 മണി വരെ നോക്കാമെന്ന്. കാരണം ഫ്ലൂയിഡ് പോയത് കൊണ്ട് കൊച്ചിനെ ഒത്തിരി നേരം നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റില്ല, കുഞ്ഞിനെ ഇൻഫെക്ഷൻ ആവും, അതുകൊണ്ട് സിസേറിയൻ മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തൈലം പുരട്ടി ഇറങ്ങിയതിന് ശേഷം പിന്നീട് വേഗത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും, വേഗത്തിലായിരുന്നു. അങ്ങനെ 5:11 ഞങ്ങൾക്ക് ഒരു നോർമലായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത് എന്ന് പറയുന്നത്, ഇവിടെ സാക്ഷ്യങ്ങളെല്ലാം പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ അടയാളങ്ങൾ കിട്ടിയെന്ന്, മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി, അല്ലെങ്കിൽ സ്വപ്നത്തിൽ മാതാവ് വന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കും ഒരു അടയാളം നീ തരുമോ എന്ന്. അങ്ങനെ ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കൊന്തച്ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരിയിൽ മുകളിലായിട്ട് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു നിന്നു. വേറെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പച്ചത്തിരിയിൽ മാതാവിൻ്റെ പൂർണ്ണരൂപം കിരീടം വെച്ച് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അതിന് സൈഡിലായിട്ട് ഒരു വൈറ്റ് ഹാർട്ട് ഉണ്ടായിരുന്നു. തിരിയുടെ മുകളിലായിട്ട് ഒരു രക്തക്കട്ട പോലെ ഉണ്ടായിരുന്നു. ഈ ഇത്രയും വലിയ അനുഗ്രഹം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഈ മകൾക്ക് 2 മാസം പീരീഡ്സ് ആയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഓവറിയിൽ 6.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്നും ഇത് ഓപ്പറേഷൻ ചെയ്യാതെ മാറുകയില്ല എന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലമെടുത്ത് വയറ്റത്ത് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ആ സിസ്റ്റം പൊട്ടിപ്പോവുകയും
തീരെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നും പിറ്റേ മാസം തുടങ്ങി റെഗുലറായിട്ട് പീരീഡ്സ് ആവുകയും ചെയ്തു. ഇതാണ് എൻ്റെ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമത്തെ, ഞങ്ങളുടെ പറമ്പിൽ സാധാ കിണർ കുത്തിയാൽ വെള്ളം കിട്ടുകയില്ല. ഞങ്ങളുടെ കൃഷി സ്ഥലം നനയ്ക്കുന്നതിന് ഒരു കുഴൽ കിണർ താത്താൻ ഞങ്ങൾ തീരുമാനിച്ച് താത്താൻ വന്നപ്പോൾ നാട്ടുകാർ തടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടാമതും കിണർ താത്തി 40 അടി താഴ്ചയെത്തിയപ്പോൾ നാട്ടുകാർ പോലീസിനെ വിളിക്കുകയും തടുക്കുകയും ചെയ്തു. ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഈ കിണറിൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് തീരെ കിണർ താത്തി കാശ് രൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരാൾ പോലും തടസ്സം ചെയ്യാതെ ഞങ്ങൾ കിണർ താത്തി ആവശ്യത്തിന് വെള്ളം കിട്ടി. ഇത്രയുമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് വഴിയിലിരിക്കുന്നവർക്കെല്ലാം ചോറ് വാങ്ങിക്കൊടുക്കും. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രമായാലും ഹോസ്പിറ്റലുകളിൽ റൂമുകളിലെല്ലാം കയറി കൊടുക്കും. വഴിയിലിരിക്കുന്നവർക്ക് എല്ലാം കൊടുക്കും. ആത്മീയമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് കൂടുതൽ ബൈബിൾ വായിക്കുവാനും കൊന്തയൊക്കെ ചൊല്ലിയിരുന്ന സമയമെല്ലാം അലസതയോട് കൂടി ഇരുന്നാണ് ഞാൻ ചൊല്ലിയിട്ടുള്ളത്. ഉടമ്പടി എടുത്തത് മുതൽ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി കൊന്ത ചെല്ലുവാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ കുമ്പസാരിച്ചിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായി ഞാൻ കുമ്പസാരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇതാണ് എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം. ഞാനും അതുപോലെ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന കാണുകയും കുമ്പസാരിക്കുകയും ചോറ് കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. ബൈബിൾ വായിക്കാൻ കിട്ടുന്ന സമയങ്ങളിലെല്ലാം. ഡോക്ടർ അബോഷനാവ് പറഞ്ഞ സമയത്ത് റൂമിൽ വെച്ച് ചേച്ചി കാശുരൂപം വയറ്റിന് മുകളിൽ വിശ്വാസം ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് കുഞ്ഞ് താഴെയാണ്, ആ കുഞ്ഞ് അബോഷനായി പോകുമെന്നാണ്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഏകദേശം ഒരു 2:30 സമയമായിട്ടുണ്ട്. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് എന്തോ പിടിച്ച് കയറ്റി വെക്കുന്നതായിട്ട് എൻ്റെ ചേച്ചിക്ക് അനുഭവപ്പെട്ടു. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയുള്ള അനുഗ്രഹങ്ങൾ. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും ഒരിക്കൽ കൂടി കോടാനക്കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം കടികാരവുമേറി ഈ പരിശുദ്ധവും പരിപാവനവുമായ ഈ പുണ്യ അൾത്താരയിൽ പ്രത്യക്ഷയായ പരിശുദ്ധ ജീവനോട് പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായ നന്ദിയും അമ്മയോടുള്ള തിരുക്കുമാരനോട് കടപ്പാടും രേഖപ്പെടുത്തുവാൻ എന്നെ ഈ പരിശുദ്ധമായ ഈ വേദിയിൽ എന്നെ സാക്ഷിയാക്കിയതിന് നന്ദി പറയാനുമുള്ള ഒരവസരമായി ഞാനിതിന് കരുതുകയാണ്. എൻ്റെ പേര് ബിജു LT. ഞാൻ കുണ്ട്ര കുമ്പളം സെൻറ്റ് മൈക്കൽ ഇടവക ദേവാലയത്തിൽ നിന്ന് വരുന്നു. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഉടനടി പരിഹാരം നൽകുന്ന ഉടമ്പടി എന്നൊരു സമ്പ്രദായം നടക്കുന്ന കൃപാസനം എന്നൊരു സ്ഥലം. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. ഞാൻ 15/10/2022 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ചിട്ട് ഒരു കവനൻ്റ് എന്താണെന്ന്, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റും കവനൻ്റ് തമ്മിലുള്ള വ്യത്യാസം എന്തുവാണെന്നൊന്നും ഞാൻ കൃത്യമായിട്ടൊന്നും പഠിച്ചിട്ടല്ല ഇവിടെ വന്നത്. ഞാൻ വന്ന് ഒരു ഉടമ്പടി എടുത്തു. ഉടനടി പരിഹാരം കിട്ടുമെങ്കിൽ കിട്ടട്ടെ, നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിൽ ഞാൻ വളരെ ഉളപ്പി ഞാൻ പോയി. കൃത്യമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പോലും ഞാൻ ചെല്ലാതിരുന്നു. കാരണം ഞാൻ അന്ന് എനിക്ക് പ്രത്യേകിച്ച് നിയോഗങ്ങളായിട്ടൊന്നുമില്ലായിരുന്നു. ചുമ്മാ ഒന്ന് വന്നു പോയി. പക്ഷേ അമ്മ എൻ്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെന്ന് ഞാൻ പിന്നീടത് മനസ്സിലാക്കി. ഞാൻ ഉടമ്പടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴുമൊക്കെ ഞാൻ ജോലി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ 1-2 ഇൻസിഡൻറ്റ് എൻ്റെ അമ്മയിലേക്ക് വളരെയധികം അടുപ്പിച്ചു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയ ഞാൻ തിരിച്ച് അമ്മയുടെ മുമ്പിൽ വരുന്നത് എനിക്ക് ഒരു സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ ക്യാമ്പ് ഷെഡ് ഉൾക്കാടുകളിലാണ്. അവിടെ
ഷെഡിൽ ഇൻസ്പെക്ഷന് വേണ്ടി പോയ സമയത്ത് അവിടെ ആനകൾ കയറാതിരിക്കാൻ വേണ്ടി ആനത്താരകൾ അഥവാ എലഫൻറ്റ് ട്രഞ്ചുകൾ നിർമ്മിച്ചിരിക്കും. നമുക്ക് ക്വാർട്ടേഴ്സിൽ കിടക്കുമ്പോൾ ആനകൾ വന്ന് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി എലഫൻറ്റ് ട്രഞ്ച് തയ്യാറാക്കിയിരിക്കും. ആ എലഫൻറ്റ് ട്രഞ്ചിലൂടെ നമുക്ക് കടന്നു പോകാൻ വേണ്ടി പാഴ്ത്തടികളിട്ടാണ് നമ്മൾ ക്രോസ് ഇട്ടിരുന്നത്. ആനകൾ കയറിയ വലിയ ബലമുള്ള തടികളിട്ടാൽ ആനകൾ കയറും. അതുകൊണ്ട് പാഴ്ത്തടികളിട്ടാണ് നമ്മൾ ക്രോസിന് ഇട്ടിരിക്കുന്നത്. ആ തടിയിൽ ചവിട്ടി ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ വേണ്ടി, ക്യാമ്പ് ഷെഡിലേക്ക് പോകാൻ വേണ്ടി ചെന്നപ്പോൾ ആ തടി നടുക്ക് വെച്ച് ഒടിഞ്ഞ് ഞാൻ ആനത്താരയിൽ ആ കല്ലും പുറത്ത് 10 അടി താഴ്ചയിൽ എൻ്റെ ചെവി ഇടിച്ച് മറിഞ്ഞു വീണു. ചെവിയുടെ ഇത്രയും ഭാഗം എനിക്ക് ഊതി അടച്ചതുപോലെ തോന്നി. എന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളെല്ലാം കൂടി എന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഞാൻ അന്ന് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ തമിഴ്നാടിൻ്റെ ബോർഡറിലുള്ള ഭാഗമായ അച്ചൻകോവിൽ ഡിവിഷനിലായിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇയർ ഡ്രം പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ENT കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഡോക്ടർ റെഫർ ചെയ്തു. ഞാൻ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ ദേഹം മൊത്തം വേദനയായിരുന്നു, ചെവിക്കും എല്ലാം വേദനയുണ്ട്. അങ്ങനെ എൻ്റെ ഓഫീസർ എൻ്റെ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു. അദ്ദേഹം വന്ന് എന്നെ വണ്ടിയിൽ കൊണ്ടുപോയി. ഞാൻ ENT പോയി കണ്ടു. ENT പറഞ്ഞു, സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചെവിക്ക് ഒരു 0.2 ഡെസിബിൾ കേൾവി ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും സുഖമാകണമെങ്കിൽ 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. എന്നാൽ ഈ ചെവിക്ക് പൊടിയോ വെള്ളമോ വല്ലതും തട്ടിയാൽ ഇൻഫെക്ഷനായി കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഈ ഓപ്പറേഷൻ ചെയ്താലും നിങ്ങളുടെ കേൾവി ശക്തി പഴയ അവസ്ഥയിലേക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് അമ്മ എന്നെ പിന്തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മയുടെ ഈ സന്നിധിയിലേക്ക് അമ്മ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ആ ഇൻസിഡൻ്റ് ഉണ്ടായതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ ഡോക്ടർ പൂർവ്വസ്ഥിതിയിലേക്ക് നിങ്ങളുടെ അസുഖം എത്തത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ നടന്നാൽ പോലും പഴയ അവസ്ഥയിലേക്ക് നിങ്ങളുടെ കേൾവി ശക്തി തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ആലപ്പുഴ വേറൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പൊക്കോളാം. അവിടെ ഓപ്പറേഷൻ കൂടാതെ ഇത് സുഖമാക്കുന്ന ഒരു ഡോക്ടറിനെ എനിക്കറിയാം. എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞതാണ്. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ പറഞ്ഞ് യാത്രയൊന്നും ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ ചെവിയിൽ ഒരു ഇയർ ക്യാപ്പ് വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ കൃപാസനത്തിലെത്തി. ഞാൻ മാതാവിൻ്റെ നടയിൽ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവേ, പണി തന്നതാണല്ലേ? അമ്മയ്ക്ക് എന്നെ കാണാൻ വേണ്ടി തന്നെ അല്ല, ഞാൻ എന്നെ വരുത്താൻ വേണ്ടി പണി തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് ഒരു പരിഭവം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അകത്ത് കയറി വന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ഇവിടെ ഇരുന്ന് കുറേ നേരം അമ്മയെ നോക്കിയിരുന്നു. പിന്നീട് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിക്ക് ശേഷം ഈ 3 മാസം എനിക്ക് പൂർണ്ണമായ വിശ്രമം കിട്ടി. എൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. എങ്കിലും എൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് സുഖമായിട്ട് വന്നാൽ മതി നമ്മുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ അവസാനം 3 മാസത്തെ റെസ്റ്റിന് ശേഷം ഞാനിവിടുത്തെ തൈലങ്ങളും മറ്റും ഉപയോഗിച്ച് എൻ്റെ ചെവികളിൽ തൊടുകയും അതിടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് വിശ്വാസത്തോடு തന്നെയാണ് പിന്നീട് ചെയ്തത്. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഞാൻ 2ാമത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മ മാതാവിനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അതിനുശേഷം വീണ്ടും സ്കാൻ ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ചെവിക്ക് അതേ പഴയ അവസ്ഥയിലേക്ക് എൻ്റെ കേൾവി ശക്തി തിരിച്ചു കിട്ടിയായി ഡോക്ടർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി 2ാമത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഈ അച്ചൻകോവിൽ ഡിവിഷനിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സതേൺ സർക്കിളിൽ അതുകൂടാതെ തന്നെ നമ്മുടെ സതേൺ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു ഇക്കോ ടൂറിസത്തിൽ അസിസ്റ്റൻറ്റ് ഇക്കോ ടൂറിസം ഓഫീസറായിട്ട് ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അത് കുംഭാവരട്ടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മലയാളികൾക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. അവിടെ കൂടുതൽ വരുന്ന ടൂറിസ്റ്റുകൾ തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാടിൻ്റെ ബോർഡറാണ്. കോട്ടവാസൽ എന്ന് പറയുന്ന തമിഴ്നാട് പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലമാണ്. മണലാർ കുംഭാവരട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ ഇക്കോ ടൂറിസം മാപ്പിലൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ അതിൻ്റെ സീസണിലൊക്കെ തന്നെ ഒരു ദിവസം 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഇക്കോ ടൂറിസം പോയിൻ്റാണ്.
ഒരു ഏകദേശം ഒരു 5000-ഓളം ആൾക്കാർ സീസണിൽ വരുന്ന സ്ഥലമാണ്. അവിടെ ജോലി ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ടൂറിസ്റ്റുകൾ വരുന്നതും പോകുന്നതും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ചോദിക്കും, എങ്ങനെയുണ്ട്, ഹൗ ഈസ് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ ரொம்ப നന്നായിരിക്കും സാർ, ரொம்ப നന്നായിരിക്കും, വി ആർ ഓൾ ഹാപ്പി എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഒരു ദിവസം ഞാൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിലിരിക്കെ വയർലെസ്സിൽ ഒരു മെസ്സേജ് വന്നു, കുമ്പാവട്ടി വെള്ളച്ചാട്ടത്തിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി, കുറേ പേരെ കാണുന്നില്ല, കുറേ പേര് മരിച്ചു, കുറേ പേര് ഒഴുക്കിക്കൊണ്ടുപോയി എന്നുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ, ഇങ്ങനെയുള്ളൊരു മെസ്സേജ് പെട്ടെന്ന് വയർലെസ്സിൽ വന്നു. ഞാൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ പെട്ടെന്ന് ആ ഡ്യൂട്ടി എൻ്റെ വയർലെസ്സും എടുത്ത്, ഞാൻ യൂണിഫോമിലായിരുന്നു, ഞാൻ പെട്ടെന്ന് ഓടി ഈ ടൂറിസം പോയിൻറ്റിലേക്ക് പോകുവാണ്. കാരണം എനിക്ക് ചാർജുള്ള സ്ഥലമാണ്, എൻ്റെ സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലമാണ്. അവിടെ ഇക്കോ ടൂറിസം ഗൈഡുകൾ അവിടെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ വളരെ അത്രയും നാൾ കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അവിടെ സ്ത്രീജനങ്ങളും കുട്ടികളും എല്ലാം വാവിട്ട് കരയുന്നു. ഞാൻ ഓടി വരുന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സാർ കാപ്പാത്തുങ്കോ സാർ, പുള്ളയും അവർ കണവന്മാരും എല്ലാം വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിപ്പോയി സാർ, കാപ്പാത്തുങ്കോ സാർ, കാപ്പാത്തുങ്കോ സാർ എന്ന് പറഞ്ഞ് അവർ അലമുറയിട്ട് കരയുന്ന ഒരു അനുഭവം. ഞാനെൻ്റെ വേറൊന്നും ആലോചിച്ചിട്ടില്ല. എനിക്ക് ആകെയുള്ള എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ പ്രതീക്ഷയും എന്ന് പറയുന്നത് ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ഒരാളാണ് എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതിലുപരി എനിക്ക് വേറെ ഒന്നും ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നത്, എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയാൻ എനിക്ക് നീന്തലറിയാം. ആ ഒരു കോൺഫിഡൻസും കൂടെ വെച്ച് ഞാൻ ഈ യൂണിഫോം ഇട്ട് ഞാൻ എൻ്റെ വയർലെസ് ഒരു കൂടുതൽ സ്റ്റാഫിനെ കൊടുത്തു. ഞാൻ ഷൂ ഊരിയിട്ടിട്ട് ഞാൻ യൂണിഫോമിൽ ഇക്കോ ടൂറിസത്തിലേക്ക് ഇറങ്ങുവാണ്. അവിടെ ടൂറിസം അവിടെ കാണാൻ പറ്റുന്നില്ല, ശക്തമായ വെള്ളം വന്ന് വീഴുവാണ്. മലയിൽ നിന്ന് വെള്ളവും മണലും ഇതെല്ലാം വീഴുന്ന സ്ഥലമാണ്. എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് എനിക്ക് സ്വയം അറിയാമെങ്കിൽ പോലും എനിക്ക് ചാർജുള്ളൊരു സ്ഥലമായതുകൊണ്ടും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എൻ്റെ കടപ്പാട് കൊണ്ടും ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒത്തിരി പേര് വന്ന് തടഞ്ഞു. കൂടുതലുള്ള സ്റ്റാഫുകളും മറ്റെൻ്റെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു, സാർ ഇറങ്ങല്, അപകടമാണ് സാർ, മരണം വരെ സംഭവിക്കും സാർ, ഇറങ്ങരുത് എന്നൊരു പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഉൾപ്രേരണ ഉണ്ടായി, ഞാൻ ഇറങ്ങി. ഞാൻ യൂണിഫോം ഇട്ട് എൻ്റെ ഷർട്ട് ഇട്ടിട്ട് എനിക്ക് നീന്താൻ പറ്റാൻ ഞാൻ ഷർട്ട് ഊരി മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും ഈ അകത്തേക്ക് പോകുമ്പോൾ ഒരു 30 മീറ്റർ വ്യത്യാസത്തിലാണെങ്കിൽ പോലും അവിടെയുള്ള ആൾക്കാരെ കാണാൻ പറ്റത്തില്ല. 16ഓളം പേര് അകത്ത് തന്നെ കുടുങ്ങി കിടക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം കുറേ പേര് രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അവിടുത്തെ ഇക്കോ ടൂറിസം ഗൈഡുമാരെല്ലാം കൂടെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അപ്പം 10-16ഓളം പേരെല്ലാം നിരന്ന് ഇങ്ങനെയൊക്കെയാണ്. അതിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുണ്ട്, ഒരു കുഞ്ഞുൾപ്പെടെയുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഭീകരമായ വെള്ളം എന്ന് വെച്ചാൽ കാണാൻ പറ്റത്തില്ല, കണ്ടു കഴിഞ്ഞാൽ പേടി വരും. അപ്പോൾ ഞാൻ അവരെ മാറാപ്പിൽ കെട്ടി, അദ്ദേഹത്തിൻ്റെ ഫാദർ ഉണ്ടായിരുന്ന അയാളുടെ മുണ്ടിനകത്തിൽ മാറാപ്പിൽ കുഞ്ഞിനെ കെട്ടി ഇപ്പുറത്ത് കൊണ്ട് എത്തിച്ചു. അയാൾ ഒരു വടത്തിൽ പിടിച്ച്, അദ്ദേഹത്തിന് നീന്തറിയത്തില്ല, ഞാനൊരു കുഞ്ഞിനെ ഇദ്ദേഹത്തിനും കൂടെ പിടിച്ച് വടത്തിൽ കൊണ്ടെത്തിച്ചു. അത് ആരോ യൂട്യൂബിൽ എടുത്തിട്ടു. ആ യൂട്യൂബിൽ ഒരു വീഡിയോ മീഡിയക്കാർക്ക് കിട്ടി. മീഡിയയിൽ അന്നത്തെ ദിവസത്തെ വാർത്ത ഇത് മൊത്തം വന്നിരുന്നു. കുമ്പാവട്ടി മണൽ വെള്ളച്ചാട്ടത്തിൽ മലവെള്ളപ്പാച്ചിൽ ഒത്തിരി പേർ കുടുങ്ങിപ്പോയി, ഒരാൾ മരിച്ചു, 2 പേര് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, കുറേ പേരെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയാണ്. അവിടെ മൊബൈൽസ് ഒന്നും കിട്ടാത്തൊരു സ്ഥലവും കൂടെയായിരുന്നു. അപ്പോൾ ഈ വാർത്ത പത്രത്തിലും മീഡിയകളിലൊക്കെ വളരെ വൈറലായിട്ട് വന്നു. എല്ലാ മീഡിയയിലും ഈ എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ ഈ വാർത്ത വന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം എനിക്ക് വെള്ളത്തിൻ്റെ പായ്ച്ചിൽ വീണ്ടും കൂടിക്കൂടി വരികയാണ്. ഞാൻ അവസാനമായിട്ട് അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങളിൽ അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്തിയിട്ടേ ഞാനിവിടുന്ന് പോകത്തുള്ളതെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവസാനത്തെ ആളെ രക്ഷപ്പെടുത്തുന്നിടം വരെയും ഒരു 2.5 മണിക്കൂറോളം ഈ വെള്ളത്തിൽ ഞാൻ അവസാനത്തെ ആളെ രക്ഷപ്പെടുത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷേ തിരിച്ചിറങ്ങി വന്നപ്പോൾ എൻ്റെ അടുത്ത് ഈ ജനങ്ങൾ പോയവർ അവരെ കുട്ടികളെയും അവരെ ഭർത്താക്കന്മാരെ തിരിച്ചു കിട്ടിയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നീ താൻ കടവുൾ സാർ, നീ താൻ കടവുൾ. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. അതിനുശേഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സംഭവങ്ങൾ വിലയിരുത്തിയിട്ട് എനിക്ക് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിന് വേണ്ടി ഉള്ള നോമിനേഷന് എൻ്റെ പേപ്പർ അയച്ചു. അവിടെയും അന്നേരം ആ സമയങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോൾ 2022 ഈ സംഭവം ഉണ്ടാകുന്നു. 2023 എൻ്റെ പേപ്പർ കൊടുക്കുന്നു. അപ്പോൾ 2023 പേപ്പർ കൊടുത്തപ്പോൾ അതിൻ്റെ ടൈമിൽ കൃത്യമായ സമയത്ത് എത്താത്തതുകൊണ്ട് അവിടെ നിന്ന് ആ വർഷം നടന്നില്ല. അടുത്ത വർഷമായപ്പോൾ നമ്മുടെ ഓഫീസർമാർ പറഞ്ഞു, ബിജുവിന് അർഹതയുള്ളതാണെങ്കിൽ അത് ബിജുവിനെ തേടി വരും, അതുകൊണ്ട് ഈ വർഷം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കൊടുത്തു.
അപ്പോൾ എനിക്കെതിരെ കുറച്ച് പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ, വ്യാജ പരാതികൾ, പേരില്ലാത്ത പരാതികളും മറ്റുമൊക്കെ കൊടുത്തു. അതിന് അന്വേഷണം വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അവസാന തീരുമാനം എടുക്കുന്ന ദിവസം വലിയ ഓഫീസേഴ്സ്, ഹയർ ഓഫീസേഴ്സ്, IFS ഓഫീസേഴ്സിൻ്റെ തിരുവനന്തപുരത്ത് മീറ്റിങ്ങിൽ ഫൈനൽ തീരുമാനം എടുക്കുന്ന ദിവസം അന്ന് ഞാൻ ലീവിനുണ്ടായിരുന്നു. ഞാൻ അന്നേരം കൃപാസന മാതാവിൻ്റെ അടുത്ത് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഒരു കസേരയിലിരുന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു. മാതാവേ, ഇഫ് ഐ ഡിസേർവ് ഇറ്റ് യു ഷുഡ് ഗീവ് മീ, ഇഫ് നോട്ട് ലീവ് ഇറ്റ്, ഐ വിൽ നെവർ കം ടു ആസ്ക് യു. ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. ഞാനന്ന് ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചൻ എന്നെ ബ്ലെസ് ചെയ്തു. ഞാൻ വെളിയിലിറങ്ങി. ഉടമ്പടിയെല്ലാം ഇത് പുതുക്കി, ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞാനിവിടുന്ന് ഇറങ്ങി ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തൊരു ചായക്കടയിൽ ഒരു ചായ കുടിക്കാനായിട്ട് നിൽക്കുമായിരുന്നു, വീട്ടിലേക്ക് തിരിച്ച് മടങ്ങിപ്പോകാനായിട്ട്. അപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്നൊരു കോൾ വന്നു. എൻ്റെ പേര് ഏറ്റവും മുമ്പിൽ സെലക്ഷനായിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യൂണിഫോം ഇട്ട ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാനിവിടെ വെച്ച് ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് പറഞ്ഞത് ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല. അതിനു മുമ്പിൽ അമ്മ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഞാൻ ഈ 2025 4/1/2025 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരളത്തിലുള്ള 51 പേർക്ക് 2 വർഷത്തെ 23-24 വർഷത്തെ സേവനത്തിന് കൊടുത്ത 51 പേരുടെ വിശിഷ്ട സേവനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടുവാൻ അമ്മ എന്നെ സഹായിച്ചു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പോലും എനിക്കുണ്ടായ ഒരു അനുഭവം, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് അമ്മ എന്നെ അപ്രാപ്യമായ പാറയിലേക്ക്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടാവുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അവാർഡാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിലുള്ള അവാർഡ്. അതുവരെ അമ്മ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ നേടിത്തന്നു എന്നുള്ളൊരു സാക്ഷ്യം ഇവിടെ നിങ്ങളോട് പ്രത്യേകമായിട്ട് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നടന്ന ഈ 2 സംഭവങ്ങളും. കൂടാതെ ഞാൻ എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ 10-20 വർഷമായിട്ട് നമ്മൾ കമ്പനികളൊക്കെ കൂടുമ്പോൾ ഇടയ്ക്ക് മദ്യമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എനിക്ക് മാതാവിലേക്ക് അമിത വിശ്വാസമായപ്പോൾ ഞാൻ ആ കാര്യങ്ങളെല്ലാം പാടെ ഉപേക്ഷിച്ചു. അതിനും മാതാവ് എനിക്ക് ശക്തി. ഞാനിപ്പോൾ 4 വർഷമായി മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ എൻ്റെ മകൾക്ക് +1 എൻ്റെ മകൾക്ക് SSLCക്ക് സമയമായപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു. മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നല്ല മാർക്കോടുകൂടി നല്ല റിസൾട്ട് തരണമേ നമ്മെടുത്ത് പ്രാർത്ഥിച്ചു. അതിന് മകൾക്ക് SSLCക്ക് ഫുൾ A+ മാർക്ക് കിട്ടി. ഇന്ന് മകളിൽ നിന്ന് കൂടെ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനും എനിക്കിനി മാതാവ് നേരിട്ടും അല്ലാതെയും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിന് അടുത്ത ഒരു സാക്ഷ്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് വീണ്ടും ബാക്കി പറയാം. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിലേക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് വന്നെത്തിച്ചേരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞാൻ എൻ്റെ പേര് വെളിപ്പെടുത്താത്ത രീതിയിൽ ഞാൻ ഈ വണ്ടിയിൽ അവർ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ അവർക്ക് പൈസ കൊടുത്തിടും. ഒരാൾക്ക് 700 രൂപ വെച്ചിട്ടാണ് ഉള്ള ഫുൾ ചിലവ്. അപ്പോൾ വണ്ടിക്കൂലിയും ഇവിടെ വരെ ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാത്തിനും കൂടെയുള്ള ഞാൻ പൈസ കൊടുത്തു വിടും. പിന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൃപാസനത്തിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ നേരത്തെ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ ഈ പൊതുവേദികളിൽ 10 പേര് കൂടുന്നിടത്താണ് ഈ പത്രം കൊടുക്കേണ്ടത്. അല്ല ദൈവത്തിന് പ്രകീർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ 10 പേരല്ല, 100 അല്ല, 1000 പേര് നിൽക്കുന്ന വേദികളിൽ പോലും ഞാൻ കൊണ്ടു കൊടുക്കും. എനിക്ക് പേടിയൊന്നുമില്ല. കാരണം നമ്മൾ ദൈവത്തെ എത്രത്തോളം അറിയുന്നു, എത്രത്തോളം സ്നേഹിക്കുന്നു, അത്രയും നമുക്ക് ദൈവത്തെ ഉയർത്താൻ നമ്മൾ കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ പ്രത്യേക സ്പർശനവും സ്നേഹവും ദൈവത്തിൻ്റെ സാമീപ്യവും അമ്മയുടെ സാമീപ്യവും എല്ലാം അനുഭവിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവിടെ ഒരു അഗതി മന്ദിരമുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോയി അവരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അവർക്കും ഞാൻ എന്നെകളൊക്കെ ഒന്ന് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകാൻ പറ്റത്തുള്ളൂ. ഡെയിലി ഞാൻ നിൽക്കുന്ന ജോലി സ്ഥലത്ത് അടുത്ത് പള്ളിയൊന്നുമില്ല. അപ്പോൾ ഞായറാഴ്ചകളിൽ ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോവും. അതുപോലെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ജപമാലകൾ ചൊല്ലും. അത് ഒരു ജപമാലയോ 2 3 എനിക്കൊക്കുന്നത്രയും രീതി ചെല്ലും. അതുപോലെ ബൈബിൾ വായന, എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കും. എൻ്റെ ഡ്യൂട്ടി സമയത്തിൻ്റെ ഫ്രീ ഉള്ള സമയങ്ങളിലൊക്കെ വായിക്കും. അതുപോലെ എൻ്റെ കൂട്ടുകാർക്കും
അങ്ങനെയുള്ളവർക്കും ഈ ആത്മീയമായ കാര്യങ്ങൾ, ഇവിടുത്തെ നമ്മുടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ഞാൻ മാതാവ് എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും. ഒരിക്കൽ കൂടി അമ്മയ്ക്കും മാതാവിനും ഈ പരിശുദ്ധവും പരിപാവനമായ വേദിയിൽ എന്നെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ സാക്ഷ്യമാക്കുവാൻ അമ്മ തിരഞ്ഞെടുത്തതിന് ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിച്ചുകൊണ്ട്. പേര് ആകാശ് അലക്സാണ്ടർ. ഇത് എൻ്റെ അമ്മ ഫിലോമിന. ഇതെൻ്റെ ഭാര്യ ഷോബിയ. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് വന്നേക്കണേ. ഈ കുടുംബത്തെ സാക്ഷിയായി നിർത്തിയ ദൈവത്തിനും മാതാവിനും ആദ്യം നന്ദി പറയുകയാണ് ഞാൻ. ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. വെറുതെ പള്ളി പോവാ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് നടക്കുക, അതുമാത്രം ഉണ്ടായുള്ളൂ. പക്ഷേ ദൈവത്തിന് മറന്ന് നടന്ന എപ്പോഴാണെങ്കിലും ദൈവം തിരിച്ച് ചോദിക്കുമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസം ജനുവരി മാസം അമ്മയ്ക്ക് ബ്ലീഡിങ് തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. ബ്ലീഡിങ് ആയിരുന്നു. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു. 3 മാസം അമ്മയ്ക്ക് ബ്ലീഡിങ് ആയിരുന്നു. പക്ഷേ അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. ഏപ്രിൽ മാസം 1-ാം തീയതി അമ്മ കിടന്നു. അപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ എനിക്ക് ഉണ്ടെന്ന്. ഞങ്ങൾക്ക് അപ്പം തന്നെ വിറയൽ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ ഏപ്രിൽ 2-ാം തീയതി ഹോസ്പിറ്റലിൽ വിളിച്ചുകൊണ്ട് പോയി. ഡോക്ടറുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് 6% ബ്ലഡേ ഉള്ളൂ ശരീരത്തിൽ. ബ്ലഡ് നിൽക്കാണ്ട് പോയിട്ടിരിക്കുകയാണ്. ഇത്രയും മാസം നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് വല്ലാത്ത ചീത്ത പറഞ്ഞു. അതിൻ്റെ കൂടെ ഇനിയൊരു കാര്യം പറഞ്ഞു, അമ്മയ്ക്ക് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് അങ്ങനെയെന്നൊരു വാക്കും പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് ബയോപ്സി റിപ്പോർട്ട് വന്നതും ക്യാൻസറാണ്, 3rd സ്റ്റേജാണ് അങ്ങനെയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാണ്ടിരുന്നു. അപ്പോഴും ഞാൻ കർത്താവിനെ വിളിച്ചില്ല. ഇങ്ങനെ നടന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കർത്താവിനെ ഞാൻ വിളിച്ചില്ല. ഹോസ്പിറ്റലല്ലേ, ശരി നോക്കാമെന്ന് പറഞ്ഞ് 1 മാസം അമ്മ ബെഡിൽ തന്നെയായിരുന്നു. യൂറിൻ ട്യൂബും മോഷനും ഒക്കെ ബെഡിലായിരുന്നു. ബെഡിൽ നിന്ന് എണിക്കാൻ പറ്റാവുന്ന കിടപ്പിലായിരുന്നു. 1 മാസം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറയാണ്, അമ്മ തിരിച്ച് കിട്ടില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അതെന്താ നമുക്ക് ഓർക്കാത്തതെന്ന് പറഞ്ഞ് മെയ് മാസം ആ ലാസ്റ്റ് മൂലയിൽ നിന്നാണ് ഞാൻ വെറുതെ ഇരുന്നാണ്, ഉള്ളിലും കൂടി കയറിയില്ല. ഞാൻ മാത്രം ഒറ്റയ്ക്ക് അവിടെ വന്ന് ഇരുന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കി ഇരുന്നു, പ്രാർത്ഥിച്ചില്ല. കണ്ണീര് വരാൻ തുടങ്ങി എൻ്റെ മുഖത്തിൽ നിന്ന്. എങ്ങനെയാണെന്നറിയില്ല, ഞാൻ പ്രാർത്ഥിച്ചും കൂടിയില്ല, പക്ഷേ കണ്ണീര് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മാതാവിനോട് വെറുതെ സംസാരിക്കണ പോലെ സംസാരിച്ചതാ, ഞാൻ എൻ്റെ അമ്മനെ ഇവിടെ വിളിച്ചുകൊണ്ട് വരണം, അപ്പോഴാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുകയുള്ളൂ. അങ്ങനെയെന്ന് ഞാൻ പ്രാർത്ഥിച്ചതല്ല, സംസാരിച്ചതാ. അടുത്ത ആഴ്ച തന്നെ അമ്മ ബെഡിൽ നിന്ന് ഇറങ്ങി, യൂറിൻ ട്യൂബ് അഴിച്ചെടുത്ത് മാറ്റി. അമ്മയ്ക്ക് ഒരു മാറ്റം എങ്ങനെയാണെന്ന് വന്നതെന്ന് അപ്പോഴും വന്നില്ല എനിക്ക്. അതിൻ്റെ അടുത്ത ആഴ്ച ഡോക്ടർ വന്ന് പറഞ്ഞാൾ, ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചേ, കിട്ടില്ല എന്ന് പറഞ്ഞ ആൾ എങ്ങനെ ഇങ്ങനെ എഴുന്നേറ്റ് നടന്നേ എന്ന് പറഞ്ഞ ഡോക്ടർ അതിശയിച്ചു. 6% ബ്ലഡ് ഉണ്ടായ ശരീരത്തിൽ ഇപ്പോൾ 9%. എങ്ങനെ ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞ ഒരു ഇത്. അപ്പോൾ അടുത്ത മാസം തന്നെ ഞാൻ ജൂൺ മാസം 24-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. ഇവിടെ അമ്മനെ വിളിച്ചിട്ട് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് മാതാവ് എനിക്ക് തന്ന തിരിച്ചടിയാണ്. ഞാൻ കർത്താവിനെയും മാതാവിനെയും മറന്നു എന്ന് പറഞ്ഞ ഒരു തിരിച്ചടിയാണ്. ഞാൻ അമ്മനെ ഇവിടെ നേരെ വിളിച്ചിട്ട് വന്നു, ഉടമ്പടി എടുത്തു, അച്ഛനോട് നിർത്തി പ്രാർത്ഥിച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചു, തിരിച്ച് വിളിച്ചുകൊണ്ട് പോയി. അതിൻ്റെ അടുത്ത മാസം തന്നെ വീട്ടിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. ഒറ്റ ഗുളിക മരുന്നും ഞാൻ കൊടുത്തില്ല. അമ്മയ്ക്ക് ഈ ഉപ്പും തേനും തൈലവും ഒക്കെ യൂസ് ചെയ്ത് ഞാൻ അമ്മനെ നോക്കി, അമ്മനെ കൂടെ ഇരുന്ന് നോക്കി. അതിൻ്റെ
3 മാസം കഴിഞ്ഞ് പുതുക്കാൻ വരുമ്പോൾ അമ്മയ്ക്ക് പുതുക്കിയിട്ട് ഞാൻ പോയപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ച് എന്തിനാന്ന് വെച്ചാൽ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അമ്മയുടെ റിപ്പോർട്ടിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ പെറ്റ് സ്കാനിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. ശരിക്കും മാതാവും നല്ല തൊട്ടതാണ്, അമ്മനെയും ഞങ്ങളെ കുടുംബത്തെയും നല്ലൊരു തൊട്ടതാണ്. ഞങ്ങൾ വിശ്വാസം ഇല്ലാണ്ടിരുന്ന ഞങ്ങളെ ഇപ്പോൾ വിശ്വാസത്തോട് വീട്ടിൽ മുടങ്ങാണ്ട് കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ആരാധനയിലും പങ്കെടുക്കുന്നുണ്ട്, ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ ശരീരത്തിൽ 11% ബ്ലഡ് ഉണ്ട്. അമ്മ ഇപ്പോഴും ഗുളികയും മരുന്നും ഒന്നും കഴിക്കണില്ല. ഞങ്ങളുടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ അമ്മനെ കൊണ്ടുവന്ന് 2 വാക്ക് പ്രാർത്ഥിപ്പിക്കാം. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ஆனால் എൻ്റെ പ്രാർത്ഥന 36 കൊല്ലം കൊണ്ട് മുൻപ് തുടങ്ങിയുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ മകൻ എപ്പോഴും ഉണ്ടാവില്ല. എന്നാലും എനിക്കെൻ്റെ ഒരാശ, അവർ പ്രാർത്ഥിക്കണം. അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ആരംഭത്തിൽ തുടങ്ങി എന്നെ ഓരോ പടിയെ എന്നെ കൂട്ടി വിട്ട് വന്നേക്കണ കർത്താവ്. ആ സമയത്തും എൻ്റെ കൊന്ത പോകുമ്പോഴും വരുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ കൊന്തയുണ്ട്. ആ പ്രാർത്ഥനയിലും മാതാവുണ്ട്. അങ്ങനെ പോയിട്ടിരിക്കുമ്പോഴാണ് പ്രാർത്ഥനയിൽ 2 പേരും പങ്കെടുക്കണില്ല, അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ പറഞ്ഞൊക്കെ നോക്കി. പക്ഷേ ദൈവം അവർക്ക് വേണ്ടിയിട്ട് ഒരടയാളം കാണിച്ചു കൊടുത്തതാണെന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. അതുമല്ല, 1 മാസം കഴിഞ്ഞ് ആശുപത്രിയിൽ കിടന്ന് 1 മാസം കഴിയാറായപ്പോഴേക്കും എനിക്ക് ആരും ഇല്ലാത്ത ഒരു സമയത്തിൽ ഒരു ഡോക്ടറും ഒരു നേഴ്സും എൻ്റെ അടുത്ത് വന്നു. അവരെൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. എല്ലാം നേഴ്സാണ് പറഞ്ഞത്. അപ്പം തന്നെ ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞ്, നിങ്ങൾ ഇന്ന് വാർഡ് മാറ്റിയിട്ട് അവിടെ കിടത്ത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ പറഞ്ഞോളൂ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം വാർഡ് മാറ്റി എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്കാൻ എടുത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അതിനു മുമ്പ് മോനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനും മാതാവാണ് വന്നേക്കണതൊന്നും എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നോക്കിക്കോളാം എന്നൊരു വാക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന്. ഇനിയൊന്ന് ഞാൻ വെളുപ്പിന് 3 മണിക്ക് ഇത്രയും കൊല്ലങ്ങളും ഇപ്പോഴും ഇന്നും അത് അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റിരുന്ന് മണിക്കൂറോളം പ്രാർത്ഥിക്കും ഞാൻ. ആ ഇടത്തിലും മക്കളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. അപ്പോൾ അതിനുശേഷം ഇപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് 3 മാസത്തിന് മുമ്പ് വന്ന് ഉടമ്പടി പുതുപ്പിക്കാൻ വന്നപ്പോൾ അതിനുശേഷമാണ് ഇവർ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അത് ഇംഗ്ലീഷിലുള്ള ഇതായിരുന്നാലും മലയാളത്തിലായിരുന്നാലും മംഗ്ലീഷ് എന്ന് പറഞ്ഞ മാതിരി ഒരു ബുക്ക് വാങ്ങിച്ച് അവർ തന്നെ പ്രാർത്ഥിക്കാൻ സമയമായി കഴിയുമ്പോൾ അമ്മ വാ നമുക്ക് പ്രാർത്ഥന എത്തിക്കാം എന്നും പറഞ്ഞിട്ട് വിളിക്കണ അളവുക്ക് അവർ വന്നിട്ടുണ്ട്. എനിക്കിനി പറയാനുള്ളത്, എൻ്റെ കൂടെ നിന്ന് എന്നെ നോക്കാനായിട്ട് ഇങ്ങനെ വളഞ്ഞു കിടക്കണം. ഞാൻ നിവർന്ന് നിൽക്കാൻ പറ്റില്ല. 3 ആൾ താങ്ങിയാലേ പിടിക്കാൻ പറ്റൂ, നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന എന്നെ മകനും മോളും 2 പേരും കൂടി ചേർന്ന് 2 പേരുടെ ജോലി റിസൈൻ ചെയ്തും കൊണ്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ പരിപാലിച്ച് എന്നെ കൂട്ടിയിട്ടിരുന്ന് ഇപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് അവർ 2 പേരും പ്രയത്നിക്കുകയാണ്. മാതാവിന് ഞങ്ങളുടെ കൂടെയുണ്ട്. ആ മാതാവിന് ഞങ്ങൾ കോടി നന്ദി പറയാനും തീരില്ല. കർത്താവിനും അങ്ങനെ തന്നെ. പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭത്തിൽ തുടങ്ങി, ഇപ്പോൾ മോൻ ജനിച്ചപ്പോൾ തുടങ്ങിയുള്ളത് എന്ന് പറയാം. ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ അവന് ഡ്രസ്സും എന്നിട്ട് കേക്കും എന്ത് സാധനം വാങ്ങിക്കണ കാശുണ്ടായിരുന്നു. അവനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ കാശ് എടുത്ത് വെച്ച് അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് എല്ലാ കൊല്ലവും ചെയ്യും. അവർക്കിടെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണവും കഴിച്ചിട്ട് ഞാൻ വരും. അതാണ് മകൻ്റെ ബർത്ത്ഡേയുടെ ഫംഗ്ഷൻ ഒരു ആശീർവാദം. അതേമാതിരി തന്നെ ഇപ്പോഴും ഞങ്ങൾ ഒരു 10 പേർക്കെങ്കിൽ 10 പേർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. പിന്നെ എന്നിട്ട് ചർച്ചിൽ പള്ളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണമാക്കി കൊടുക്കാൻ അരി വാങ്ങിക്കൊണ്ട് കൊടുക്കും. അതേമാതിരി തന്നെ ഞങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടിരിക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങളും പത്രങ്ങളും ആശുപത്രിയിലും എല്ലായിടത്തിലും കൊടുത്തിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ വഴി നടത്തി കാത്തു വരുവാഴ്ച കൊണ്ടുവരുന്ന ദൈവം തമ്പുരാനും കർത്താവ് യേശുവിനും ഞങ്ങളുടെ മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച മാതാവിനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പേര് സനിത. എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്.
ഞാൻ 2024 ജനുവരി 18-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അമ്മയും എൻ്റെ അച്ഛൻ്റെ പെങ്ങളും പറഞ്ഞു, ഒരു പള്ളിയുണ്ട്, അവിടെ ഞാൻ നിന്നെ കൊണ്ടുപോകാം, ആലപ്പുഴയാണ് സ്ഥലം, നിനക്ക് അവിടെ ചെന്നാൽ മാറിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എവിടെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അവരുടെ കൂടെ ഞാൻ വന്നു. ബസ് സ്റ്റോപ്പിലൂടെ വന്ന് ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ കാണുന്നത് കൃപാസനം. അപ്പോൾ ഞാനോർത്തു ഇവിടെയാണോ വന്നത്, കാരണം ഞാൻ ഇതിനു മുമ്പ് പല സ്ഥലത്തും വെച്ച് എനിക്ക് പലരും എനിക്ക് പത്രം തന്നിട്ടുണ്ട്, ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനോർത്ത് ഇങ്ങോട്ടാണ് ഞാൻ വന്നത്, ഇവിടെ എല്ലാം ശരിയാവോ എന്നൊക്കെ ഓർത്ത് ഞാൻ പയ്യെ പതുങ്ങി കയറിപ്പോന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ട് ഫീൽ ചെയ്യും ഇവിടെ കയറി വന്നപ്പം. തല കറങ്ങുന്ന പോലെയും വിറക്കുന്ന പോലെയൊക്കെ തോന്നി. അപ്പോൾ എനിക്ക് ഇറങ്ങി പോയാൽ മതി എന്നൊക്കെ തോന്നുക. അപ്പോൾ ഞാനോർത്തു എനിക്കെന്തോ ഇവിടെ നിൽക്കാൻ പറ്റുന്ന പോലെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ പറഞ്ഞു, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക, ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്തെന്നറിയില്ല, എനിക്ക് ഒത്തിരി കരച്ചിൽ വന്നു. ഞാൻ കുറേ കരഞ്ഞു. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ ഒരു വിഷമം, കരഞ്ഞ് പോകുന്ന പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ പെങ്ങൾ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. എന്താ ഉടമ്പടി എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്, പക്ഷേ എന്താ ഉടമ്പടി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഉടമ്പടി എടുക്കാൻ പോയി. ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് പേപ്പറിൽ കുറേ എഴുതാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഈ അസുഖത്തിൻ്റെ കാര്യം മാത്രം ഞാൻ എഴുതിയില്ല, ഞാൻ മറന്നുപോയി. ശ്വാസമുട്ടിൻ്റെ കാര്യം ഞാൻ എഴുതിയില്ല. ബാക്കി എൻ്റെ കുറേ ആവശ്യങ്ങൾ, എനിക്ക് വീട്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ എഴുതി വെച്ചു. ഞാനിവിടെ വന്ന് ഇവിടെ ഇതിലിട്ടു. ഞാൻ എൻ്റെ അസുഖത്തിൻ്റെ കാര്യം ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും പറയാൻ മറന്നുപോയി. പോണ വഴിക്ക് എന്നോട് അച്ഛൻ്റെ പെങ്ങൾ ചോദിച്ചു, നീ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. പക്ഷേ അത് ഇപ്പോൾ ഈ 2026 ജനുവരി ആയിട്ടും പിന്നെ എനിക്ക് അസുഖം വന്നില്ല. എനിക്ക് അങ്ങനെ ഒരു അസുഖം ഇല്ല. ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുമില്ല. പക്ഷേ എനിക്ക് പിന്നെ വന്നിട്ടില്ല. ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആയുർവേദം ഞാൻ കഴിച്ചു, മാറിയില്ല. പക്ഷേ ഈ അമ്മയുടെ മുമ്പിൽ ഞാനൊരു അസുഖം, ഇങ്ങനൊരു അസുഖം മാറാനാണ് ഞാൻ വന്നതെന്ന് പോലും ഞാൻ ഓർത്തിട്ടില്ല. പക്ഷേ ഇത്രയും ഈ 26 ജനുവരി ഇന്ന് 24-ാം തീയതിയായി, ഇതുവരെ എനിക്ക് അസുഖം പിന്നെ വന്നിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ മെയിനായിട്ട് ഞാൻ ഉടമ്പടിയിൽ എഴുതിയത്, എനിക്കൊരു വീട് വേണമെന്നായിരുന്നു. ഒരു 8-10 കൊല്ലം മുമ്പ് ഞാനൊരു സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വഴിക്ക് ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് വീട് പണിയാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് വിൽക്കണം എന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ കുറേ നടന്നു വിൽക്കാനായിട്ട്, ഒരുപാട് വർഷങ്ങളോളം ഞങ്ങൾ നടന്നു, അത് വിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു രണ്ടാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി, പ്രാർത്ഥിച്ചു, നടക്കുന്നില്ല, വിൽപ്പന നടക്കുന്നില്ല. മൂന്നാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോൾ ഞാനിവിടെ ഒരു എഴുതുന്നിടത്ത് നമ്മൾ പറഞ്ഞു, ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു, ഈ അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മയോട് ഞാൻ പറഞ്ഞു, എനിക്കെൻ്റെ സ്ഥലം വിൽക്കണം, എന്നിട്ട് എനിക്കൊരു വീടോടുകൂടി മേടിക്കണം. കാരണം എനിക്കൊരു വീട് പണിയലെന്ന് പറയുന്നത് ഇനിയത്തെ കാര്യം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് വിറ്റിട്ട് എവിടെയെങ്കിലും വീട് സ്ഥലം കൂടെ മേടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു, നീ അങ്ങനെ പ്രാർത്ഥിക്കരുത്, നിനക്ക് നല്ലൊരു ഭവനം വേണമെന്ന് നീ പ്രാർത്ഥിച്ചോ. എൻ്റെ മനസ്സിൽ തോന്നുന്ന നീ ഇവിടെ ഒരു നല്ലൊരു ഭവനം കിട്ടിയതിന് അമ്മയോട് നന്ദി പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏത് വചനമാണ് വായിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞപ്പോൾ എനിക്കൊരു വചനവും പറഞ്ഞു തന്നു, എനിക്കൊരു ബൈബിളും തന്നു. ഇവിടെ നിന്ന് എൻ്റെ കയ്യിൽ ഫുൾ പൈസ അന്നേരം ഉണ്ടായില്ല ബൈബിൾ മേടിക്കാൻ. അപ്പോൾ എൻ്റെ ക്യൂവിൽ പുറകിൽ നിന്നൊരു ചേച്ചി, എനിക്ക് അറിയത്ത് പോലുമില്ല, ആ ചേച്ചി പെട്ടെന്ന് ഞാൻ പൈസ കൊടുക്കാമെന്നും പറഞ്ഞ് ആ കന്യാസ്ത്രീ അമ്മയോട് പറഞ്ഞ് വേറെ 2 പേരും കൂടെ വന്ന് എനിക്ക് ഇവിടുന്ന് ബൈബിൾ തന്നു. എന്നിട്ട് എനിക്ക് അതിൻ്റെ അകത്തൊരു മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, പറഞ്ഞു തന്നു ഇന്ന വചനം വായിച്ചാൽ മതിയെന്ന്. ഞാൻ ഊണിനും ഉറക്കത്തിലും ഒക്കെ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയാം. എനിക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഫണ്ടില്ലായിരുന്നു. പക്ഷേ 2025 ജനുവരിയിൽ ഡേറ്റ് ഞാൻ മറന്നുപോയി. എൻ്റെ പെരയ്ക്ക് ഞങ്ങൾ കുറ്റിയടിച്ചു. കാരണം സ്ഥലം വിൽപ്പനയായില്ല, അവിടെ വീട് വെക്കാനാണ് അമ്മയ്ക്ക് ആഗ്രഹം എന്ന് എനിക്ക് തോന്നി. അതിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വഴി മേടിക്കാനായിട്ടും ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ വഴി ഞങ്ങൾക്ക് വാങ്ങാനും പറ്റി. അത് കുറ്റിയടിച്ചപ്പോൾ ആ കുറ്റിയടിച്ച ആൾ ഞങ്ങളോട് പറഞ്ഞു, ഞാനൊരു ഹിന്ദുവിൽ വിശ്വസിക്കുന്ന ആളാണ്, അപ്പം വീട് പണി പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, പകുതി പണി വെച്ച് നിൽക്കും, സ്റ്റക്കാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലോർത്തു, എന്നോട് ആ കന്യാസ്ത്രീയമ്മ പറഞ്ഞത് ഫുൾ വീട് പണി പൂർത്തീകരിച്ച് നല്ലൊരു ഭവനം തന്നു എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമെന്ന് അമ്മ എന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ എനിക്ക് മാതാവിൽ വിശ്വാസമായി. ഞാൻ പറഞ്ഞു, പൈസ ഇല്ലെങ്കിലും വീട് പണി പൂർത്തീകരിക്കാൻ പറ്റും, എനിക്ക് നടക്കും എന്നൊരു വിശ്വാസം ഉണ്ടായി. ജനുവരി പെരമണി തുടങ്ങി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ പാല് കാച്ചി. ഞാനൊരു 800 സ്ക്വയർ ഫീറ്റ് വീട് പകുതി പണിക്ക് നിൽക്കുമെന്ന് പറഞ്ഞ വീട് ഒരു 1200 സ്ക്വയർ ഫീറ്റിൽ ഒരു 2 നില വീടായിട്ട് ഫുൾ പണി തീർത്ത് എനിക്ക് പാല് കാച്ചി താമസിക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ എനിക്ക് മാതാവ് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. എപ്പോഴും ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കും, കാരണം അമ്മ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ വീട് എനിക്ക് എൻ്റെ അമ്മ തന്നതാണ്, അമ്മ ഇല്ലെങ്കിൽ എനിക്ക് വീടില്ല. അങ്ങനെ അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ കുഞ്ഞ്
SLC പഠിക്കുമായിരുന്നു. പഠിക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്ന ആൾ. പക്ഷെ എന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു, നല്ല മാർക്ക്, എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുന്നു, എൻ്റെ കുഞ്ഞിനും നന്നായിട്ട് പഠിക്കാൻ പറ്റണമെന്ന് പറഞ്ഞു. അവൾക്ക് നല്ല മാർക്കോടുകൂടി അവൾക്ക് പാസ്സാവാൻ പറ്റി. നല്ല സ്കൂളിൽ തന്നെ അഡ്മിഷനും കിട്ടി. ഞാൻ മാധവനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ ആ വീട് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. അമ്മയില്ലെങ്കിൽ എനിക്ക് ആ വീടില്ല. ആ വീട് ഇപ്പം എന്താ പറയുക, വന്ന് കണ്ടവരെല്ലാവരും പറഞ്ഞു ഒരു സ്വപ്നം പോലത്തെ ഒരു വീട്. കാരണം ശരിക്കും ആ ഇതിലേക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും മാധവ് അവിടെ ഇരിക്കുന്ന പോലെ. എനിക്കതാണ് ഇപ്പോൾ ഫീല് ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ വീടുകൾ തോറുമാണ് ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത്. ഓരോ വീട്ടിലും ചെന്ന് അവരെ കണ്ട് വീട്ടിലുള്ള ആൾക്കാരോട് വിശേഷമൊക്കെ പറഞ്ഞ്, അവരെ ബുദ്ധിമുട്ടുള്ളവരോട് ഈ മാതാവിൻ്റെ കഥകളെല്ലാം പറഞ്ഞ്, എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് എല്ലാം പറഞ്ഞ് അവർക്കും ഭയങ്കര ആകാംക്ഷയായി. ഒരുപാട് പേര് വരുന്നുണ്ട്, അവരെ സ്ഥലം അറിയാത്തവരുണ്ട്, ദൂരെ കൊണ്ടുപോകാൻ ആളില്ലാത്തവരുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, പത്രം പിടിച്ചോ, പ്രാർത്ഥിച്ചോ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോ, പോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മ കൂടെ വരും, അമ്മ എല്ലായിടത്തും വരുന്നതാണ്, അമ്മ നിങ്ങളുടെ വീട്ടിലേക്കും വരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. പിന്നെ രോഗികളുടെ അടുത്ത് പോകാറുണ്ട്, ഹോസ്പിറ്റലിൽ പോയി കാണാറുണ്ട്. പിന്നെ ജോലി ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഒരു ജോലി. അപ്പം ഞാൻ ഒത്തിരി പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ചാൻസും ഇല്ലായിരുന്നു. എൻ്റെ റാങ്ക് വന്നത് 3ാം റാങ്കാണ്. പക്ഷേ എന്തോ അത്ഭുതം എന്ന് പറയുക, 2ാമത്തെ ആളാണ് കയറേണ്ടത്. പക്ഷേ 2ാമത്തെ ആളെ വിളിക്കാണ്ട് 3ാമത്തെ റാങ്കുകാരിയായി എന്നെയാണ് ജോലിക്ക് സെലക്ട് ചെയ്തത്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. കാരണം കാസ്റ്റ് വൈസ് വന്നപ്പോൾ എനിക്കായിരുന്നു ആ ഓപ്ഷൻ വന്നത്. അതുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടി. 2ാമത്തെ ആൾ മാറിപ്പോയി. പുള്ളിക്കാരത്തിയോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു, അതുകൊണ്ടാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. പുള്ളിക്കാരത്തെയും ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു, അവരൊക്കെ കൂടുതലും പേര് ഇവിടെ വരുന്നുണ്ട് ഇപ്പം എൻ്റെ അനുഭവം കൊണ്ട്. പിന്നെ അനാഥാലയത്തിൽ ഞാൻ പോകും, കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്ന എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായം ഞാൻ ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബാഗില്ലാത്തവർക്ക് ബാഗ്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം, പിന്നെ ഫുഡ് മേടിക്കാനൊക്കെ ആയിട്ട് എൻ്റെ അടുത്തായിട്ട് ആര് വന്നാലും എന്നെക്കൊണ്ട് കഴിയാവുന്ന ഞാൻ സഹായം ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാറുണ്ട്. ഈ അൾത്താരയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം 2 കൊല്ലമായുള്ളൂ ഞാനിവിടെ വന്നിട്ട്. ആ 2 കൊല്ലത്തിനുള്ളിൽ എനിക്ക് എപ്പോഴും എന്ത് കാര്യത്തിനും എനിക്കൊരു തടസ്സമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വന്നാൽ എനിക്കറിയാം എവിടെന്നെങ്കിലും ഒരു പോസിറ്റീവ് എനിക്ക് വരുന്നുണ്ട്. അത് ഈ അമ്മ കാരണമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനം അല്ലെങ്കിൽ ഒത്തിരി ഞാൻ എന്നെക്കൊണ്ട് കഴിയാറില്ല. എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ ഊണിലും ഉറക്കത്തിലും എപ്പോഴും ഈ അമ്മയുടെ പ്രാർത്ഥനയും വചനങ്ങളും ഞാൻ ചൊല്ലാറുണ്ട്. നടക്കണ വഴിക്കൊക്കെ ഞാൻ ചൊല്ലിക്കൊണ്ട് നടക്കുന്നത്. എനിക്കറിയില്ല, ഒരു പാട്ട് പോലെ എൻ്റെ വായിൽ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും വചനങ്ങൾ. ഉറക്കത്തിൽ ഞാൻ അബോധാവസ്ഥ നല്ല ഉറക്കത്തിൽ പോലും എനിക്ക് എപ്പോഴും എൻ്റെ വചനം മനസ്സിൽ വരുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാന്ന് അറിയാൻ പാടില്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും വചനം വരുന്നത്. ഇപ്പോഴാണെങ്കിലും എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വചനം വരും. അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിന്മേലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനി ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അമ്മയുള്ള വിശ്വാസം എന്നിൽ നിന്ന് ഒരിക്കലും പോകും.